ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ പാഞ്ചാലിമേടിലേതാണ്. പാഞ്ചാലിമേട് എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിൽ പെരുവന്താനം ഗ്രാമത്തിലാണുള്ളത്. ഇന്നത്തെ ഈ യാത്ര വളരെ മനോഹരമായിരുന്നു. അതിന് പ്രധാനമായും അതിൻ്റെ കാരണം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സുധീഷുമൊത്താണ് ഞങ്ങൾ ഈ യാത്ര നടത്തിയത്. ഞങ്ങൾ കോട്ടയത്ത് നിന്ന് മുണ്ടക്കയത്ത് എത്തുമ്പോൾ, മുണ്ടക്കയത്താണ് സുധീഷിൻ്റെ സഹോദരിയുടെ വീട്. ഞങ്ങളെ കാത്ത് അളിയൻ സുനിൽ ശ്രീ അവിടെ ഉണ്ടായിരുന്നു. മികച്ചൊരു ആർട്ടിസ്റ്റ്, ചിത്രകലാകാരനാണ് സുനിൽ ശ്രീ. അളിയൻ മാത്രമല്ല, ശ്രീലയും അളിയനോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യ സമയത്തൊന്നും ക്യാമറയുടെ ഫ്രണ്ടിൽ വരാതിരിക്കുവാൻ അവൾ വളരെ ശ്രദ്ധ പുലർത്തിയതുകൊണ്ട് തുടക്കത്തിൽ അവളെ കാണാൻ കഴിയില്ല. അപ്പോഴൊക്കെ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. സാധാരണ യാത്ര ചെയ്തു പോകുന്ന ആളുകൾ അത്ര പരിചയപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു ഇടമാണ് റൊട്ടിപ്പാറ. ആ റൊട്ടിപ്പാറയും കൂടെ നമ്മുടെ ഇന്നത്തെ കാഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ റൊട്ടിപ്പാറയിലേക്കുള്ള യാത്രയാണ്. മുണ്ടക്കയത്ത് നിന്നും ഒരു 20 കിലോമീറ്റർ താഴെയുള്ളൂ പാഞ്ചാലിമേട്ടിലേക്ക്. പാഞ്ചാലിമേട് നമ്മുടെ ഒരു ലക്ഷ്യസ്ഥാനമാണ്, അത്രയേ ഉള്ളൂ. അങ്ങോട്ടേക്കുള്ള യാത്രയിലാകെ തന്നെ ധാരാളം മനോഹരമായ കാഴ്ചകളാണുള്ളത്. തലയെടുപ്പോടുകൂടി നിൽക്കുന്ന മലകളും അതിൻ്റെ അടിവാരവും കാടുമൊക്കെ ആയിട്ട് വളരെ നല്ല നീലാകാശത്ത് സൂര്യന് താഴെ പഞ്ഞിക്കെട്ടുകൾ പോലെ മേഘങ്ങൾ പറന്നു കിടക്കുന്നു. അവയ്ക്കിടയിലൂടെ അരിച്ചിറങ്ങുന്ന സൂര്യപ്രകാശം അങ്ങ് കണ്ണത്താ ദൂരത്തോളം നിരന്നു കിടക്കുന്ന കടലിലെ അല പോലെ ഉയർച്ച താഴ്ചകൾ സൃഷ്ടിച്ച് പശ്ചിമഘട്ട മലനിരകൾ. പാഞ്ചാലിമേടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കാഴ്ചകൾക്ക് യാതൊരു പഞ്ഞവുമില്ല. ദേശീയപാതയിൽ മുറിഞ്ഞപുഴ, ഈ മുറിഞ്ഞപുഴയിൽ നിന്ന് ഒരു 4.5 കിലോമീറ്റർ അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ പാഞ്ചാലിമേട് ഭൂമിശാസ്ത്രപരമായ അതിൻ്റെ സവിശേഷത കൊണ്ട് തന്നെ വളരെ മനോഹരമാണ്. ആ മനോഹാരിതയ്ക്ക് കുറച്ചും കൂടി മാറ്റുകൂട്ടുന്ന തരത്തിലുള്ള നിർമ്മിതികളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇത് വളരെ മനോഹരമായി തന്നെ പരിപാലിച്ചു പോകുന്നുമുണ്ട്. ചെല്ലുമ്പോൾ തന്നെ വളരെ മനോഹരമായ ഒരു കൽമണ്ഡപമാണ്. അതിനുള്ളിൽ ഒരു ടീ സ്റ്റോളുണ്ട്. അതിനകത്ത് തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ബാത്റൂം സൗകര്യമുണ്ട്. ഈ കൽമണ്ഡപത്തിലിരുന്ന് കാഴ്ചകൾ കാണുവാനുള്ള സൗകര്യമുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 3000 അടിയോളം മുകളിലാണ് നമ്മൾ കാഴ്ചകൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. നല്ല വെയിലുള്ള ദിവസമാണെങ്കിലും ഇവിടെ നമുക്കത് അനുഭവപ്പെടില്ല. കാറ്റുണ്ട്. സാധാരണഗതിയിലുള്ള അത്രയും കാറ്റിന്നില്ല, എന്നാൽ പോലും നമുക്ക് ചൂട് അനുഭവപ്പെടാത്ത തരത്തിൽ കാറ്റുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഇവിടെ കോടമഞ്ഞ് വന്ന് പൊതിയുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഈ പ്രദേശത്തിന് ഐതിഹ്യവുമായ ഒരു ബന്ധം കൂടിയുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പഞ്ചപാണ്ഡവന്മാരും പാഞ്ചാലിയും വനവാസകാലത്ത് ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് വിശ്വാസം. എവിടെ നമ്മൾ താമസമാക്കിയാലും ഏറ്റവും നമുക്ക് ആവശ്യമുള്ളൊരു കാര്യം ജലത്തിൻ്റെ ലഭ്യതയാണ്. ഇവിടെ ഒരു കുളമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന ജലാശയം അത് നേരത്തെ ഒരു കുളമായിരുന്നു. അത് വിനോദസഞ്ചാരത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായി അതൊരു തടാകം പോലെയൊക്കെ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും ഉയരത്തിൽ നിൽക്കുന്ന ഈ കുളത്തിൽ എത്ര വേനലിനും വെള്ളം പറ്റില്ല എന്നുള്ളതാണ്. നമുക്കിനി റൊട്ടിപ്പാറയിലേക്ക് പോകാം. റൊട്ടിപ്പാറ അങ്ങനെ അധികം ആളുകളുടെ ശ്രദ്ധ കിട്ടിയ ഒരു ഇടമല്ല. അതിൻ്റെ കാരണം ഇത് പ്രാദേശികമായി അറിയാവുന്നവർക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്നുള്ളതാണ്. ഈ പേര് വരാനുള്ള കാരണം, ഇത് ഇത്രയും മുകളിൽ, ഈ പാഞ്ചാലിമേടിൻ്റെ ഏറ്റവും മുകളിലുള്ള ഒരു പാറയാണിത്. ഇത് നമ്മൾ അങ്ങ് താഴെ നിന്ന് നോക്കിയാൽ ഇതൊരു റൊട്ടി കഷ്ണം ഇരിക്കുന്ന പോലെയാണ്. ഈ ഒരു മലയുടെ മുകളിൽ റൊട്ടി എടുത്ത് വെച്ചിരിക്കുന്ന പോലെയാണ് ഈ പാറ നമുക്ക് കാഴ്ചയിൽ തോന്നുന്നത്. ഞങ്ങൾക്ക് മുൻപരിചയമുള്ളത് കൊണ്ടും മലകയറ്റം അത്ര ആയാസകരമായൊരു കാര്യമല്ലാത്തത് കൊണ്ടുമാണ് അതിൻ്റെ മുകളിൽ കയറിയത്. അത്ര എളുപ്പമല്ലാത്ത ആളുകൾ ഒരു കാരണവശാലും അതിൻ്റെ മുകളിൽ കയറാൻ ശ്രമിക്കരുത്. നല്ല താഴ്ചയാണ് താഴേക്ക് നോക്കിയാൽ. അപ്പം അത്തരം ഭയപ്പാടുള്ള ആളുകളൊന്നും ഒരു കാരണവശാലും കയറാൻ പാടില്ല. ഈ പാഞ്ചാലിമേട്ടിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലങ്ങളിലൊന്നാണ് ഈ റൊട്ടിപ്പാറ. റൊട്ടിപ്പാറയിൽ നിന്നുള്ള കാഴ്ചകളും വളരെ മനോഹരവുമാണ്. വേനലിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് മലമുകളിൽ കാണാം. നമ്മൾ ഇനി പോകുന്നത് ഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിലേക്കാണ്. പാഞ്ചാലിമേട് മൊത്തത്തിൽ നമ്മളൊന്ന് കറങ്ങി വരികയാണ്. ഇവിടെ ഒരാൾക്ക് മുകളിൽ പൊക്കമുള്ള പുല്ലുകളാണ്. ഈ പുല്ലുകൾക്കിടയിലൂടെ നടന്ന് നമുക്ക് ക്ഷേത്രത്തിലേക്കെത്താം. ക്ഷേത്രത്തിലേക്കുള്ള നമ്മുടെ യാത്രക്കിടയിൽ ഒരു ശിവലിംഗം ഇടയ്ക്ക് കാണാം. ഇത് പണ്ട് ഇവിടെ ഉണ്ടായിരുന്നിരിക്കാൻ ഇടയുള്ളതല്ല. അതിൻ്റെ ഒരു നിർമ്മിതിയൊക്കെ കണ്ടിട്ട് താഴെ കൽമണ്ഡപമൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായതാകാനാണ് സാധ്യത. നമ്മൾ ക്ഷേത്രത്തിലേക്ക് എത്തി. വളരെ മനോഹരമായ ഒരു ഇടത്താണ്
അമ്പലം ഇരിക്കുന്നത്. വളരെ സുന്ദരമാണ് ഈ അമ്പലം. നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകളും ഒക്കെ. ഇവിടെ ടൂറിസവുമായി ബന്ധപ്പെട്ട് റോപ്പേൽ കയറാനൊക്കെയുള്ള അവസരങ്ങളുണ്ട്. സാഹസികത ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് സുരക്ഷിതമായി തന്നെ ചെയ്യാനുള്ള ഒരു സൗകര്യങ്ങളുമൊക്കെ തന്നെ വിനോദസഞ്ചാര വകുപ്പ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഒരു മലയിൽ നിന്ന് ഇറങ്ങി മറ്റൊരു മലയിലേക്ക് കയറുകയാണ്. വളരെ ഉയരത്തിലുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ ഇടിമിന്നലുള്ളപ്പോൾ മുൻകരുതലുകൾ വേണം എന്ന ബോർഡ് നമുക്കിവിടെ കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മലയ്ക്ക് 2 പ്രത്യേകതകളുണ്ട്. ഒന്ന്, ദുഃഖവെള്ളി ദിവസം കുരിശ് ചുമന്നുകൊണ്ട് മല കയറുന്നത് അത് ഈ മലയിലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ലൈറ്റുകളൊക്കെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മകരജ്യോതി, തൊട്ടടുത്ത ദിവസം മകരജ്യോതിയാണ്. അത് കാണുവാൻ ധാരാളം ആളുകൾ ഇങ്ങോട്ട് എത്താറുണ്ട്. ഇവിടെ നിന്ന് നേരെ ആ കാണുന്ന പ്രദേശത്തേക്ക് നോക്കിയാൽ മകരജ്യോതി അവിടെയാണ്. ഈ വേലി താൽക്കാലികമായി നിർമ്മിച്ചിരിക്കുന്നതാണ്. മകരജ്യോതി ദർശിക്കാനെത്തുന്ന ഭക്തരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. നമുക്കിവിടെ നിന്നാൽ പാഞ്ചാലിമേടും ചുറ്റുമെല്ലാം വളരെ വ്യക്തമായി കാണാൻ കഴിയും. ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങാം. പാഞ്ചാലിമേടിനോട് നമ്മൾ യാത്ര പറയുകയാണ്. പ്രകൃതി നമ്മുടെ കണ്ണിന് ഈ പാഞ്ചാലിമേട്ടിൽ ഒരു ഉത്സവം തന്നെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഇടം തന്നെയാണ് പാഞ്ചാലിമേട്. നേരം വൈകുന്നേരമായിക്കൊണ്ടിരിക്കുന്നു. പാഞ്ചാലിമേട്ടിലേക്ക് ധാരാളം ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ യാത്ര പറയുന്ന ഈ നേരം. നമ്മുടെ മുൻകാഴ്ചകളിൽ സൂര്യൻ കായലിലേക്കും കടലിലേക്കുമൊക്കെ മുങ്ങിത്താഴുന്നത് നമ്മൾ കണ്ടു. ഇവിടെ ഈ വൈകുന്നേരം സൂര്യൻ മലകൾക്കിടയിൽ ഒളിക്കുകയാണ്. നമ്മുടെ യാത്ര തുടരുന്നു. പുതിയ കാഴ്ചകൾക്കും കഥകൾക്കുമായി എല്ലാ കൂട്ടുകാർക്കും വൈറ്റ് പേപ്പറിലേക്ക് സ്വാഗതം.